തൃശ്ശൂർ പൂരവും അതിനോടനുബന്ധിച്ചുള്ള ബഹളവും ലഹളയും വാദ്യവും ഒച്ചയും വെടിക്കെട്ടിൻ്റെ കർണകഠോരമായ ശബ്ദവുമൊക്കെ വരാൻ പോവുകയാണല്ലോ. പൂരവും ആഘോഷവുമൊക്കെ വേണ്ടത് തന്നെ അത് ആസ്വദിക്കുന്നവർക്കും അത് ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ അത് വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് ഉണ്ടാക്കുക. പക്ഷേ ശബ്ദഘോഷം, ഉച്ചത്തിൽ മുഴങ്ങുന്ന വെടിക്കെട്ട് അതത്ര നല്ലതാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെടിക്കെട്ടിൻ്റെ ഒരു ദുരന്തവശം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. നിരവധി ദുരന്തവശങ്ങളുണ്ട്. ആസ്വാദ്യതയുടെ അംശം വളരെ കുറവാണ്. രസതന്ത്രമറിയാവുന്ന വ്യക്തികൾക്ക് അത് വെറും രാസപ്രവർത്തനം മാത്രമാണ്. താപമോചക പ്രവർത്തനം, പ്രകാശമോചക പ്രവർത്തനമൊക്കെയാണ് വെടിക്കെട്ട്. അതിലുള്ള കെമിക്കലുകളുടെ റിയാക്ഷൻ കൊണ്ടും പ്രഷർ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ശബ്ദവും വെളിച്ചവും ഒക്കെയാണ്. അതത്ര ആസ്വാദ്യമാണോ എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ നഗരത്തിൽ തന്നെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി ആശുപത്രികളുണ്ട്. ടൗണിൽ തന്നെ 3-4 ആശുപത്രികളുണ്ട്. ഇതിലെല്ലാം രോഗികളുണ്ട്, ഹൃദ്രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്, പ്രസവിച്ച് കിടക്കുന്നവരുണ്ട്, ചെറിയ ചെറിയ ശിശുക്കളുണ്ട്. ഇവർക്കൊക്കെ എന്ത് ഗുണമാണ് ഈ വെടിക്കെട്ട് കൊണ്ടുണ്ടാവുക? ദോഷങ്ങളല്ലാതെ. സാധാരണ ആശുപത്രികൾക്ക് പരിസരത്തുണ്ടാക്കേണ്ട ശബ്ദം 45 ഡെസിബലാണ്. ഒരു വെടിക്കെട്ടിൽ ഉണ്ടാകുന്ന ശബ്ദം 120 ഡെസിബൽ മുതൽ 140 ഡെസിബൽ വരെയാണ്. ഇത് വളരെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രോഗികൾക്ക് മാത്രമല്ല, സാധാരണ മനുഷ്യർക്ക് പോലും കാതിലും ഹൃദയത്തിലും തലച്ചോറിലുമൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പലതരം ദോഷങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എല്ലാവരും ആർത്തി പിടിച്ച് കാണാൻ വരുന്ന ഈ വെടിക്കെട്ട് എന്ന് വെച്ച് വെടിക്കെട്ട് നിരോധിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് അത്ര തന്നെ ആകർഷകമായിട്ട് തോന്നിയിട്ടില്ല വെടിക്കെട്ട്. ഞാൻ ഒരു 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ, അതിൻ്റെ ദോഷവശങ്ങളും അപകട സാധ്യതകളും ഒക്കെ ചിന്തിച്ചപ്പോൾ എനിക്കതിനോടൊരു അകൽച്ചയാണ് തോന്നുന്നത്. വെടിക്കെട്ട് ആസ്വദിക്കുന്നവരോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അവർ ആസ്വദിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗമല്ലേ എന്നുള്ള നിലയ്ക്ക് അവർ അത് ആസ്വദിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊരു ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ ആരെങ്കിലും അച്ഛനോ അമ്മയോ മകളോ മകനോ ഭാര്യയോ ഭർത്താവോ ബന്ധുക്കളോ ഒക്കെയാണ് ഈ വെടിക്കെട്ടിൻ്റെ സമീപത്തെ ആശുപത്രികൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നല്ലൊരു തൃശ്ശൂർ പൂരം ആശംസിക്കുന്നു.